ഓ, അവസാനം ഇപ്പം എല്ലാത്തിനും കാറിലൊക്കെ കയറി ഞാനായിട്ടുണ്ടാവൂല്ലേ. ഞാനാണ് ഇപ്പം ആർക്കും വേണ്ടാത്തവള്, കൊള്ളരുതാത്തവള്. എടി സതി, നിന്റെ നാക്കാണ് എല്ലാത്തിനും പ്രശ്നം. നീ ദേഷ്യം വരുമ്പോൾ വായി തോന്നുന്ന എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ നിനക്ക്? അളിയ, അവള് മാത്രമല്ലല്ലോ കുറ്റക്കാരി. ഞാനും അവളെ ദേഷ്യത്തോടെ ഓരോന്നും പറഞ്ഞ് അടിച്ചിട്ടല്ലേ അവൾ തിരിച്ചത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പെരുമാറിയത്. പിന്നെ ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം എനിക്ക്. ചിലപ്പോൾ പ്രഷർ കൂടുന്നതുകൊണ്ടായിരിക്കാം. നീ അത് വിട്ടുകളയണി. എൻ്റെ സ്വർണം ഞാൻ എടുത്തുതരാത്തത് ശരിക്കും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വീട് പണിയുടെ ആവശ്യത്തിനായിട്ട് സഹോദരി എൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പുറത്തുനിന്നത് മറിച്ചാണ് കൊടുത്തത്. അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ടടി കൊടുക്കാൻ? സ്വർണത്തിൻ്റെ പലിശ കുറച്ചെങ്കിലും നമുക്ക് കൊണ്ടുപോയി അടയ്ക്കാം. രമേശ് ചേട്ടാ, ഈ രീതിയിൽ കുറച്ച് നേരത്തെ സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇത്രയും പുകിലൊക്കെ ഉണ്ടാക്കുമോ? രമേശ് ചേട്ടൻ അത്രയും മോശമായതുകൊണ്ടല്ലോ ഞാനും ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മക്കൾ എന്തോരം വിഷമിച്ചു, അവരെന്തോരം കരഞ്ഞിട്ടുണ്ടാവും. മക്കളെ, ഇതാ ഇങ്ങോട്ട് നോക്ക്. ഞാനും അവൻ്റെ അച്ഛനും 50 വർഷമായി കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ചില സമയത്തൊക്കെ ഞാൻ പറയുന്ന പൊട്ട മണ്ടത്തരങ്ങളായിരിക്കും, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എന്നോട് ബഹുമാനമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബഹുമാനം വേണം, അറിയാമോ? എത്ര കാലം ഞങ്ങൾ ഇത്രയും സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിച്ചത് ആ സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ്. നിങ്ങളും അങ്ങനെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ കണ്ണടയുന്നവരെ നിങ്ങൾ നല്ല ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടി കഴിയണം. അതാ എൻ്റെ ആഗ്രഹം.